ഗൈസ്, നിങ്ങൾക്ക് ആത്മാവിൽ വിശ്വാസമുണ്ടോ? ഞങ്ങളൊരു ഗോസ്റ്റ് ഹൗസിൽ താമസിച്ച ഒരു റിയൽ ഇൻസിഡന്റ് ആണെന്ന് പറയാൻ പോണത്. അപ്പൊ ആ വീട്ടിലെ ആദ്യത്തെ ദിവസമുണ്ട് ഞങ്ങളുടെ കൂടെ അച്ഛനും അമ്മയും പിന്നെ അച്ചാച്ചനൊക്കെ വന്നായിരുന്നു. ഞങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നൈറ്റാണ് സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ കയറി ചെല്ലണം. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അച്ചാച്ചന് എന്തോ അസ്വസ്ഥത തുടങ്ങി. എന്താണ്, വയറുവേദന, അങ്ങനത്തെ ഒരു മാതിരി അസ്വസ്ഥത. ഞങ്ങളപ്പോൾ അങ്ങനെ എന്ത് ചെയ്ത് വണ്ടി എടുത്ത് അച്ചാച്ചനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ആ വീട്ടിൽ പിന്നെ അച്ഛനും അമ്മയും മാത്രമായി. അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിൽ ഇരിക്കുമ്പോൾ അമ്മ വിളിക്കണേണ്, മോനെ അച്ചക്ക് പനി. അപ്പൊ അത്ര നേരം അച്ചക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് വന്നു കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മ വിളിച്ച് പറയണ അച്ചക്ക് ഭയങ്കര പനി മോനെ, വിറക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എന്താണെന്ന് മനസ്സിലാവില്ല. അച്ചാച്ചൻ ഇവിടെ, അച്ഛ അവിടെയും വയ്യാണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ അച്ചാച്ചനെ വേഗം അവിടെ നിന്ന് ഗുളികയൊക്കെ മേടിച്ച് വേഗം വീട്ടിലോട്ട് പോകാന്നുള്ള ഇതിൽ വേഗം പോയി. അപ്പൊ അവരുടെ ഒരു ബെഡും ഒരു കട്ടിലും പിന്നെ പുതപ്പൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്ത്, അച്ചക്ക് പനി വന്നപ്പോ വേഗം അമ്മ കട്ടിലിൽ കിടത്തിയിട്ട് ഈ പുതപ്പ് ഇട്ടൊക്കെ അങ്ങോട്ട് മൂടി. അത് ഞങ്ങൾ വിളിക്കണേണ്, വാ അച്ഛയെ ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞ് വിളിക്കുമ്പോ അത് ശരിക്കും അച്ഛയല്ല. എന്ന് വെച്ചാൽ സൗണ്ട് പോലും വേറൊരാളുടെ സൗണ്ട്. അത് ഇനി പുള്ളിയെ മറ്റുള്ള പശുവിനെ കറക്കാൻ പോകണം, നിങ്ങളൊക്കെ ആരാണ്, ഇതെന്റെ വീടാണ്, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നേക്കണം, നിങ്ങളൊക്കെ പോ, അമ്മനോട് പോലും നിങ്ങൾ ഇറങ്ങി, നീ ഏതാണ്, നീ പോ, അങ്ങനെ ഒരു മൈൻഡിൽ പറയുന്നത്. അപ്പൊ ഇവരാണെങ്കിൽ മറ്റേ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ ഹിന്ദുക്കളുമാണ്. അപ്പൊ അവരുടെ ബൈബിളും പിന്നെ യേശുവിന്റെ ഫോട്ടോ ഒക്കെ അവിടെ ഇരിക്കുന്നു. എന്നിട്ട് അമ്മ അപ്പൊ പേടിച്ചിട്ടാണെങ്കിൽ അമ്മേ നാരായണ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ അച്ഛൻ ചോദിക്കുന്നു, അമ്മേ നാരായണ അല്ലേടി, നീ യേശുവിനെ വിളിക്കടി എന്ന് പറഞ്ഞ് ഇതാക്കിയാണ്. ഞങ്ങൾ അങ്ങനെ പിടിച്ചു വലിച്ചിട്ടും അച്ഛൻ വന്നില്ല. ഭയങ്കര ബലമെന്ന് പറഞ്ഞാല് ഒരു 10 ആക്കട ബലമാണ് അച്ഛക്ക്. അപ്പൊ തന്നെ എല്ലാവർക്കും ഒരു പേടിയും, പിന്നെ അവിടുത്തെ ബൾബൊക്കെ കിടന്ന് ബ്ലിങ് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ എല്ലാവർക്കും ഒരു പേടിയും ഭയങ്കര. അപ്പൊ ഞങ്ങൾ അപ്പൊ തന്നെ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് ആ വണ്ടിക്ക് തന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ തന്നെ അച്ഛയുടെ ആ മൈൻഡ് പെട്ടെന്ന് മാറി, നമ്മുടെ സാധാ അച്ഛ പോലെ. എന്നിട്ട് ഞങ്ങൾ ചോദിക്കണേ അച്ഛക്ക് വല്ലതും ഓർമ്മയുണ്ടാ? അപ്പൊ അച്ഛൻ പറഞ്ഞത് എനിക്ക് ഒന്നും ഓർമ്മയില്ലെന്നാണ്. അത് ഞങ്ങൾ വീട്ടിൽ ചെന്ന് ഒരു മാസം കഴിഞ്ഞപ്പോ പിന്നെയും ഇതേപോലെ അയാൾ വന്നു. അച്ഛ പറയണെന്ന് വെച്ചാല് അച്ഛനെ വിളിക്കണേണ് അയാൾ, വാ എൻ്റെ കൂടെ വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കണേണ്. എന്നിട്ട് കയറ് കൊടുക്കണേണ്, എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് കെട്ടി തൂങ്ങാൻ വേണ്ടി കയറ് കൊടുക്കണെന്നൊക്കെയാണ് അച്ഛ പറയണം. അച്ഛക്ക് അല്ലാണ്ട് ഒന്നും ഓർമ്മയില്ല. പക്ഷെ ഇയാളെ ദേഹത്ത് വന്നു കഴിഞ്ഞാൽ ശരിക്കും അയാൾ സംസാരിക്കണ പോലെ, എന്ന് വെച്ചാൽ നമ്മളൊന്നും ആരുമല്ല, പശുവിനെ കറക്കാൻ പോകണം, അങ്ങനത്തെ ഒരു ഇതാണ്. എന്നിട്ട് അച്ഛ ഇപ്പോഴും പറയണതില്ലേ, അയാൾ ഇവിടെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് അച്ഛ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.